സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തും. മികച്ച സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ ചടങ്ങിൽ സമ്മാനിക്കും. വിവിധ ജില്ലകളിൽ ചുമതലയുള്ള മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തും. ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കുമോ എന്നതിലാണ് ആകാംക്ഷ. സ്കൂളുകളിൽ ഇന്ന് വന്ദേമാതരം ആലപിച്ചേക്കില്ല. അതേസമയം BJP ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സുനിഷ അയിലൂരാണ് ചേർത്ത്. സുനിഷ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഒപ്പം സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ വന്ദേമാതരം ആലപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ചടങ്ങുകൾ, ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? എത്രത്തോളം വിപുലമായിട്ടാണ്? ഒപ്പം വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? ധൃതി റോഷ്നി, ആദ്യം തന്നെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നത് എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ 9 മണിയോടുകൂടി ദേശീയ പതാക ഉയർത്തുക. അതോടുകൂടി ഔദ്യോഗികമായി ഈ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് വ്യോമസേനയുടെ പുഷ്പവൃഷ്ടിയുണ്ടാകും. വിവിധ സേനയുടെ ഈ പരേഡ് അത് അഭിവാദ്യം ചെയ്യും മുഖ്യമന്ത്രി. ശേഷം സ്വാഭാവികമായും സ്വാതന്ത്ര്യദിന സന്ദേശം അത് മുഖ്യമന്ത്രി കൈമാറും. നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മതേതരത്വ മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് എന്നുള്ളത് തന്നെയായിരുന്നു. ഒപ്പം തന്നെ ഭരണഘടനയുടെ ഈ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമൊക്കെ ഇന്നലെ സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അത് തന്നെ ഇന്ന് ഈ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ പറയുമെന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ വന്ദേമാതരം ആലപിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സ്വാഭാവികമായും ചെങ്കോട്ടയിൽ ഇന്ന് വന്ദേമാതരം ആലപിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. പക്ഷേ കേരളത്തിൽ അത് ആലപിക്കുമോ എന്നുള്ളതാണ്. ഇന്ന് എങ്ങനെയായിരിക്കും, ആലപിക്കുമോ ഇല്ലയോ, അതായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഈ ചീഫ് സെക്രട്ടറി തന്നെ ഉത്തരവിറക്കിയൊരു പശ്ചാത്തലത്തിൽ അത് വലിയ രാഷ്ട്രീയ വിവാദമാവുകയും ചെയ്തിരുന്നു. മറ്റു മന്ത്രിമാർ, കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ അത് പാടില്ല, വന്ദേമാതരം ദേശീയ ഗീതം അത് പാടില്ല എന്നുള്ളത് കൃത്യമായി തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി അതിലൊരു പൂർണ്ണ വ്യക്തത വരുത്തിയിരുന്നില്ല. നിലപാട് ഇന്നറിയാമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ വേദിയിൽ ഇന്ന് ആദ്യം തന്നെ വന്ദേമാതരം പാടുമോ എന്നുള്ളത് തന്നെയാണ് ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്കൂളുകളിലടക്കം വന്ദേമാതരം പാടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം നൽകിയിരുന്നില്ല. ദേശീയ ഗാനം പാടണം എന്നുള്ളതിനൊഴികെ മറ്റൊന്നും തന്നെ കൃത്യമായി മെൻഷൻ ചെയ്യാതെയായിരുന്നു ഇന്നത്തെ ഈ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെയും പാടുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യചിഹ്നമായി ഉയരുന്നത്. മറ്റ് BJPയുടെ തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം സ്വാഭാവികമായും ഈ വന്ദേമാതരം പാടുമെന്നുള്ളത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിപുലമായ ഒരു ആഘോഷ പരിപാടികളിലേക്ക് കടക്കുന്നു സംസ്ഥാനം എന്നുള്ളതാണ്. ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തുന്നു. മറ്റ് ജില്ലകളിലെ ഓരോ കേന്ദ്രങ്ങളിലും അതത് ജില്ലയിലെ ചുമതല ഏതു മന്ത്രിമാർക്കാണോ ആ മന്ത്രിമാരാണ് പതാക ഉയർത്തുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇന്ന് എല്ലാ ഉദ്യോഗസ്ഥരും എത്തേണ്ടതുണ്ട് എന്നതുകൂടി ഈ ചില സർക്കുലറുകളിൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ AKG സെന്ററിൽ 9 മണിക്ക് MP ഗോവിന്ദൻ ഈ പതാക ഉയർത്തും. KPCC ആസ്ഥാനത്ത് മന്ത്രി രമേശ് ചെന്നിത്തല പതാക ഉയർത്തും. BJPയുടെ ആസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ പതാക ഉയർത്തും. അങ്ങനെ എല്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ തരത്തിലുള്ള പരിപാടികൾ കൂടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെ ഈ രാഷ്ട്രപതിയുടെ അടക്കം പോലീസ് മെഡലുകളും ഈ ഫയർഫോഴ്സ് സർവീസിന്റെ മെഡലുകളും എല്ലാം മുഖ്യമന്ത്രി കൈമാറിയതിനു ശേഷം, സമ്മാനിച്ചതിനു ശേഷം ഇവിടെയും ഈ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനം ഉണ്ടാകും. ഒപ്പം തന്നെ NCCയുടെ ഈ പ്രകടനങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ വിപുലമായ പരിപാടികളാണ്. എല്ലാ ഒരുക്കങ്ങളും സെൻട്രൽ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം നടത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് എത്തി എല്ലായിടവും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു 8 മണിയോടുകൂടി തന്നെ 7 മണി 7:30 തന്നെ ആളുകൾക്ക് ഇവിടേക്ക് പ്രവേശനം നൽകി തുടങ്ങും. കൃത്യം 9 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തും. അതോടുകൂടി ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. സ്വാതന്ത്ര്യദിനം വിപുലമായി തന്നെയാണ് സംസ്ഥാനവും ആഘോഷിക്കുന്നത്. അതിനൊപ്പം നമ്മൾ ഉറ്റുനോക്കുന്നത് വന്ദേമാതരം ആലപിക്കുമോ എന്നതിലാണ്. സുനിഷ അയിലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.